നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു അടാറ് വീഡിയോ അങ്ങനെ തന്നെ പറയാട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പറയണില്ല, പറയുമ്പോൾ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരെയാണ്. അപ്പോൾ എല്ലാവരും കാണണം, എന്നിട്ട് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. എന്തായാലും ശരി, കഞ്ഞിയുടെയും ചോറിൻ്റെയും ഈവൻ ദോശയ്ക്ക് പോലും നല്ലതാണ്. അപ്പോൾ കണ്ട ഒരു 3.5 കിലോയിലധികം ഉണ്ട്. വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് വെള്ളമൂവാണ്ടൻ്റെ മാങ്ങ. നല്ല ഫ്രഷാണ്, കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു അടാറ് ചെത്തുമാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വേറിട്ട രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചെത്തുമാങ്ങയ്ക്ക് എങ്ങനെ നുറുക്കാമെന്ന് നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മാങ്ങ മുഴുവനായിട്ട് ഞാൻ ചെത്തുമാങ്ങയ്ക്ക് നുറുക്കണ മാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നല്ല വെയിലിൽ ഒരു അര ദിവസം, പൊരി വെയിലച്ച അര ദിവസം മതി, അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ആ ജലാംശമൊക്കെ പോട്ടെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിത് വെയിലത്ത് വെക്കാം. അതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല വെയിലുണ്ട്. ഞാനിങ്ങനെ ഒരു തട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം നന്നായിട്ട് വാട്ടിയെടുത്ത ചെത്തുമാങ്ങയാണ്, ചെത്തുമാങ്ങയുടെ കഷ്ണങ്ങൾ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. കല്ലുപ്പ് അത് ഏകദേശം എനിക്കൊക്കെ ഒരു കൈക്കണക്കുണ്ട്. നല്ലോണം ഒരു 4 ടേബിൾ സ്പൂൺ നല്ലോണം വേണ്ടിയിട്ട് ഞാൻ കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് ഇടുക ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ള വെച്ചാൽ കേണോടത്തോളം കല്ലുപ്പ് തന്നെ എടുക്കണം. ഇനി ഇതിന്ന് കുറച്ച് വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആയി വരും. സാധാരണഗതിയിൽ ചെത്തുമാങ്ങ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മാങ്ങ വാട്ടിയെടുത്തിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. മാത്രമല്ല ഇഷ്ടംമാതിരി കാലം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു 2 മണിക്കൂർ ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെത്തുമാങ്ങയുടെ കഷ്ണങ്ങൾ ഇതങ്ങനെ ഒരു ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മളിട്ട് വെച്ച കല്ലുപ്പ് മുഴുവനായിട്ട് അലിഞ്ഞിട്ടില്ല, സാരില്ല, അത് പതുക്കെ ഇരുന്നിട്ട് അലിഞ്ഞോളും. അപ്പോൾ കുറച്ചും കൂടി വെള്ളമാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാൻ കായോ ഉലുവയും കൂടി പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ക് ശരിക്കും പറയാൻ പറ്റില്ല, എന്നാലും വലിയ 2-3 കഷ്ണം കായം, അതുപോലെ തന്നെ കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചതാണ്. അതൊന്ന് ഞാൻ നല്ലോണം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാരണഗതിയിൽ ചെത്തുമാങ്ങയ്ക്ക് ഇടാത്തൊരു ഇൻഗ്രീഡിയൻ്റാണ് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അത്ര മതി. പൊടിച്ച് വെച്ചതായ കാരണം അതിന് നല്ല തീഷ്ണത ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി, എരിയുള്ള മുളക് പൊടി എല്ലാം കൂടെ, അതൊക്കെ എരിക്കനുസരിച്ചിട്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കടുക് പൊടി. ഇതൊക്കെ ആവയ്ക്ക മാങ്ങയിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെത്തുമാങ്ങ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക, അടി തട്ടിയിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം മതി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചൂടാക്കിയിട്ട് ആറിച്ച നല്ലെണ്ണ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് സെറ്റാവട്ടെ. ചിലപ്പോൾ നമുക്ക് മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉപ്പൊന്ന് അലിഞ്ഞ് വരട്ടെ. നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മതി ബാക്കി പരിപാടികൾ. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ കേട്ടോ, ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ആറിയതിന് ശേഷം, ഇളം ചൂടായിക്കോട്ടെ കുഴപ്പമില്ല, നമ്മൾക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി കല്ലുപ്പിട്ട കാരണം കുറച്ച് വെള്ളം ഇറങ്ങി വരും. അല്ല ഇനി ഗ്രേവി വേണം, മാങ്ങയുടെ വെള്ളം വേണം എന്നുള്ള ആൾക്കാർ ചൂടാക്കിയിട്ട് നല്ലോണം ആറിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല, ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്കിപ്പോൾ തന്നെ ഭരണിയിലേക്കൊന്നും ആക്കാറായിട്ടില്ല, കാരണം ഉപ്പൊക്കെ നന്നായിട്ട് അലിക്കേണ്ടതുണ്ട്. അപ്പോൾ നാളേക്ക്
ഒന്നും കൂടി ലൂസാവും. അതിന് ശേഷം മാത്രമാണ് ഉപ്പ് നോക്കണം, പോരം കിട്ട് കൊടുക്കണം. ഞാൻ എന്തായാലും പാത്രത്തിലേക്ക്, നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്താൽ മതി, കാരണം നമ്മളിത് ഉണക്കിയതാണ്, അതുകൊണ്ട് തന്നെ കേടൊന്നും വരില്ല. ഇനി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്കങ്ങോട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. എന്നിട്ട് നാളെ ഇളക്കാം മതി. ഇനി നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ചെത്തുമാങ്ങ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, നമ്മൾ കല്ലുപ്പിട്ട കാരണം വെള്ളം കുറച്ച് ആയിക്കോളുന്ന. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ, അടിപൊളി. ഉപ്പും എരിയും കായൊക്കെ ശരിക്കും വറുത്ത് പൊടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് കേട്ടോ. എല്ലാം പാകത്തിനുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പാത്രമൊക്കെ കഴുകി തുടച്ച്, ഒട്ടും തന്നെ ഈർപ്പമയം പാടില്ല, പ്രത്യേകം പറയുന്നു. സ്പൂണായാലും ശരി, ഇതിലിടുന്നതൊക്കെ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അത് ഇഷ്ടംമാതിരി കാലമായിരിക്കും. ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് ആക്കിയിട്ട് കുറച്ച് നല്ലെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു തുണിയിൽ മുക്കിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കുറച്ച്, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുപ്പി ഒന്നിങ്ങനെ കറക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് നല്ലെണ്ണ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഒട്ടും വെള്ളം തൊടിക്കാതെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പുറത്തേക്കൊന്നും ആവാതിരിക്കാനാണ് ഞാൻ ചെറിയൊരു സ്പൂൺ ഉണ്ടാക്കണത്. അങ്ങനെ കുറേശ്ശെ ശ്രദ്ധിച്ചിട്ടിട്ട് മുഴുവനും നമുക്കിതിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കി വെച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ട്, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കുലുക്കിയത് അങ്ങോട്ട് താണോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കുറച്ച് നല്ലെണ്ണയും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു തുണി നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എന്തൊരു ടേസ്റ്റാല്ലേ, കണ്ടാൽ തന്നെ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.